ഹായ് ഫ്രണ്ട്സ്, ഒരു കിടിലൻ ബ്ലൂടൂത്ത് സ്പീക്കർ നിർമ്മിച്ചാലോ? എല്ലാവർക്കും എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്ലൂടൂത്ത് സ്പീക്കർ നിർമ്മിക്കാം. ആദ്യം നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കാം. വാഷ് ചെയ്ത ശേഷം നമുക്ക് ഇതഴിച്ച് ഇത് റീസെറ്റ് ചെയ്യാൻ തുടങ്ങാം. സ്പീക്കർ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലൊരു സ്പീക്കർ അഴിച്ച് അതിലാണ് ബ്ലൂടൂത്ത് സെറ്റ് ചെയ്യേണ്ടത്. ഇതിലൊരു സ്പീക്കർ നമുക്ക് മാറ്റി വയ്ക്കാം. അതിൽ പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യാനില്ല. അത് നമുക്ക് ലെഫ്റ്റ് സ്പീക്കറായിട്ട് ഉപയോഗിക്കാനുള്ളതാണ്. മറ്റേ സ്പീക്കറിൽ നിന്ന് നമുക്ക് അതിൻ്റെ സ്പീക്കർ ലൈൻ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ചെറിയ നീളത്തിൽ മാത്രം മതി അതിൻ്റെ അകത്തെ വയർ ബ്ലൂടൂത്തിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രം. സ്പീക്കർ ലൈൻ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന സ്പീക്കർ ക്രിയേറ്റീവിൻ്റെ ഹോം തിയേറ്ററിൻ്റെ കൂടെ വരുന്ന സ്പീക്കറാണ്. ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു സ്പീക്കറാണ്. നമ്മളിതും സ്ക്രാപ്പിൽ നിന്ന് തന്നെ എടുത്ത സ്പീക്കറാണ്. ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഐറ്റം എന്തൊക്കെയെന്ന് പറയാം. ഇത് ബ്ലൂടൂത്ത് മൊഡ്യൂളാണ്. ഇത് ആംപ്ലിഫയർ മൊഡ്യൂൾ, പിന്നെ ബാറ്ററി ചാർജിങ്ങിന് വേണ്ടിയിട്ട് ബാറ്ററി ചാർജിങ് മൊഡ്യൂൾ, പിന്നെ ചാർജിങ് സോക്കറ്റ് ഫോണിൻ്റെ പിന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രം, പിന്നെ ഒരു ഓൺ ഓഫ് സ്വിച്ചാണ്. സ്വിച്ച് ടൈപ്പ് കൺട്രോളാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ 3.7 റീചാർജബിൾ ബാറ്ററിയാണ്. അതുകൂടാതെ AV സോക്കറ്റ് ഒരെണ്ണം വേണം. അത് നമുക്ക് മറ്റേ സ്പീക്കറിലോട്ട് ലൈൻ കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമുക്ക് ബ്ലൂടൂത്ത് സെറ്റ് ചെയ്യാം. ഇത് ആംപ്ലിഫയർ മൊഡ്യൂളാണ്. ഇതിൽ റൈറ്റ്, ഗ്രൗണ്ട്, ലെഫ്റ്റ് എന്ന് കൊടുത്തിരിക്കുന്നത് ബ്ലൂടൂത്ത് മൊഡ്യൂളിൽ നിന്ന് ആംപ്ലിഫയർ മൊഡ്യൂളിലേക്ക് വരുന്ന ഇൻപുട്ടാണ്. ആംപ്ലിഫയർ മൊഡ്യൂളിലുള്ളതുപോലെ തന്നെ ബ്ലൂടൂത്ത് മൊഡ്യൂളിലും ഇത് മാർക്ക് ചെയ്തിട്ടുണ്ട്. മൂന്ന് ചെറിയ വയറെടുത്ത് ഇത് സെയിം ആയിട്ട് ഇതേ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ സോൾഡർ ചെയ്യുക. ബ്ലൂടൂത്ത് മൊഡ്യൂളിലും ഗ്രൗണ്ട്, റൈറ്റ്, ലെഫ്റ്റ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന അങ്ങോട്ട് ഇത് അതുപോലെ തന്നെ സോൾഡർ ചെയ്യുക. നമുക്കൊന്ന് ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാറ്ററി ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് 3.7 വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി ഓക്കെയാണ്. ഈ ബാറ്ററി നമുക്ക് ചാർജിങ് മൊഡ്യൂളിലേക്ക് കണക്ട് ചെയ്യാം.
ഇനി നമുക്ക് ബാറ്ററി ചാർജിങ് മൊഡ്യൂളിലേക്ക് കണക്ട് ചെയ്യാം. മൊഡ്യൂളിൻ്റെ സെൻറ്റർ കാണുന്ന നെഗറ്റീവ് പോസിറ്റീവ് ലൈനാണ് ബാറ്ററി കണക്ട് ചെയ്യേണ്ടത്. രണ്ട് സൈഡിലും കാണുന്നത് ബാറ്ററിയുടെ ഔട്ടാണ്, മാറിപ്പോകരുത്. ഇനി നമുക്ക് ബ്ലൂടൂത്ത് മൊഡ്യൂളിലെ നെഗറ്റീവ് പോസിറ്റീവ് ലൈൻ എടുത്ത് നേരെ ആംപ്ലിഫയർ മൊഡ്യൂളിലേക്ക് കണക്ട് ചെയ്യാം. അവിടെ നിന്ന് വന്നിട്ടൊരു കോമൺ ലൈൻ എടുത്താൽ മതി നേരെ ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്യാൻ. ഇതുപോലെ നെഗറ്റീവ് പോസിറ്റീവ് കോമൺ ലൈനാക്കി എടുക്കണം. അവിടെ നിന്ന് വേണം നമ്മൾ ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്യാൻ. ഇതിൽ പോസിറ്റീവ് ലൈൻ എടുത്ത് നേരെ സ്വിച്ചിലോട്ട് കണക്ട് ചെയ്യണം. അവിടുന്ന് ലൈൻ എടുത്തിട്ട് വേണം നേരെ ബാറ്ററിയുടെ പോസിറ്റീവിലോട്ട് കണക്ട് ചെയ്യാൻ. നെഗറ്റീവ് ലൈൻ ചാർജിങ് മൊഡ്യൂളിൻ്റെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യണം. അടുത്തത് നമുക്ക് സ്പീക്കർ ലൈൻ കണക്ട് ചെയ്യാം. ആംപ്ലിഫയർ മൊഡ്യൂളിൻ്റെ ഓഡിയോ ഔട്ട് എന്നുള്ളവിടെ, അതായത് സ്പീക്കർ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നവിടെ സ്പീക്കർ ലൈൻ കണക്ട് ചെയ്യാം.
അടുത്ത 2 വയർ എടുത്ത് ലെഫ്റ്റ് സ്പീക്കറിൻ്റെ ലൈനിലും കണക്ട് ചെയ്യാം. നമുക്ക് അടുത്ത സ്പീക്കറിലേക്ക് ലൈൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് കണക്ട് ചെയ്തെടുക്കുന്നത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ സോൾഡറിങ് വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററിയുടെ പോസിറ്റീവ് ലൈൻ കൂടെ ഒന്ന് കണക്ട് ചെയ്യണം സ്വിച്ചിൽ നിന്നുള്ളത്. അതുപോലെ തന്നെ സ്പീക്കറിൻ്റെ ബാക്ക് വശത്തായിട്ട് ഇതുപോലെ 3 ഹോൾ ഇടണം. ചാർജർ ലൈൻ കണക്ട് ചെയ്യാനും സ്വിച്ച് പിടിപ്പിക്കാനും പിന്നെ ഓഡിയോ ഔട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് മറ്റ് സ്പീക്കറിലേക്ക് ഔട്ട് എടുക്കാൻ വേണ്ടി മാത്രം. നേരത്തെ ആംപ്ലിഫയർ മൊഡ്യൂളിൽ നിന്ന് എടുത്തിട്ട ഓഡിയോ ലൈൻ നമ്മൾ ലെഫ്റ്റ് സ്പീക്കറിന് വേണ്ടിയിട്ട് സ്പീക്കറിൻ്റെ ബാക്കിലുള്ള ഓഡിയോ ഔട്ടിലേക്ക് കണക്ട് ചെയ്യണം. അടുത്ത ഹോളിലേക്ക് സ്വിച്ച് കൂടെ കണക്ട് ചെയ്താൽ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ അത്യാവശ്യം വർക്കെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ചാർജറിൻ്റെ സോക്കറ്റ് ചാർജിങ് മൊഡ്യൂളിൻ്റെ പിന്നിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള നെഗറ്റീവ് പോസിറ്റീവ് ലൈനിൽ കണക്ട് ചെയ്യണം. നമുക്കൊന്ന് ചാർജർ കണക്ട് ചെയ്ത് നോക്കാം. ബാറ്ററി ചാർജ് ആകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ബാറ്ററി ചാർജ് ആവുന്നുണ്ട്, ഇൻഡിക്കേഷൻ തെളിയുന്നുണ്ട്. ഇനി നമുക്ക് ബോർഡുകളെല്ലാം ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ച് ഷോർട്ടാകാത്ത രീതിയിൽ ഉള്ളിൽ സേഫായിട്ട് ഒട്ടിക്കണം. ബാറ്ററി ഉള്ളിൽ വെച്ച് ഒട്ടിക്കുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് ലൈൻ എങ്ങും മുട്ടാത്ത രീതിയിൽ എന്തെങ്കിലും ഇൻസുലേറ്റ് ചെയ്യണം.
നമ്മളുടെ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇത്ര എളുപ്പത്തിൽ തന്നെ ആർക്ക് വേണമെങ്കിലും ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ നിർമ്മിച്ചെടുക്കാം. വീട്ടിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന സ്പീക്കർ ഉള്ളവർ എന്തായാലും ഇതുപോലത്തെ മൊഡ്യൂൾസ് ഓൺലൈൻ എടുത്ത് പെട്ടെന്ന് തന്നെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. ഈ മൊഡ്യൂൾസ് എല്ലാം കൂടെ ഓൺലൈൻ എടുത്തപ്പോൾ ഏകദേശം 160 രൂപയ്ക്ക് താഴെ മാത്രമാണ് ചാർജ് ഉണ്ടായത്. നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. Power on. Connected. To the city streets, we began to feel the fire. We rise like tall buildings as the chemicals they take us higher.